നമ്മുടെ സമിതികൾ, അതായത് നമ്മുടെ കൂട്ടായ്മയുടെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സമിതികൾ, 3-ാം അധ്യായം, അതിലെ 5ഉം 6ഉം വാക്യങ്ങൾ, അതായത് ഈ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ 2 വാക്യങ്ങൾ നാം ഇപ്പോൾ ശ്രദ്ധാപൂർവം വായിക്കാൻ പോകുന്നു. നമ്മുടെ ഹൃദയപൂർവം, അതായത് നമ്മുടെ പൂർണ്ണ മനസ്സോടെയും ആത്മാവോടും കൂടെ കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം വയ്ക്കുക എന്നുള്ളതാണ് ഈ വാക്യങ്ങളുടെ കാതൽ. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെയും നിന്റെ ആത്മാവോടും നിന്റെ മനസ്സോടും കൂടെ നിന്റെ ദൈവത്തിൽ നീ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യണമെന്ന് അവൻ വ്യക്തമായി പറയുന്നു. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ വചനത്തിൽ നീ പൂർണ്ണമായി വിശ്വാസം വയ്ക്കണമെന്ന് അവൻ പറയുന്നു. ഹൃദയപൂർവം ആ ദൃഢമായ അചഞ്ചലമായ വിശ്വാസത്തോടെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് വലിയ സംരക്ഷണവും അഭയവും അനുഗ്രഹങ്ങളും നൽകുന്നു. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അവർക്ക് എന്നും താങ്ങും തണലുമായിരിക്കും. രണ്ടാമത്തേത്, നിന്റെ സ്വന്തം ബുദ്ധിയിൽ, നിന്റെ പരിമിതമായ അറിവിൽ, നിന്റെ സ്വന്തം ചിന്താധാരകളിൽ ആശ്രയിക്കരുത് എന്നാണ് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നത്. നിന്റെ സ്വന്തം അറിവിലും നിന്റെ സ്വന്തം ചിന്തകളിലും നിന്റെ സ്വന്തം കഴിവുകളിലും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകരുത് എന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകാശം എത്ര ഉയർന്നതാണോ, എത്ര വിശാലമാണോ, അതുപോലെ നമ്മൾ പഠിച്ച അറിവ്, നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അനുഭവങ്ങൾ, ഇതെല്ലാം കൊണ്ടും നമുക്ക് നല്ല ബുദ്ധിയും ലോകപരിജ്ഞാനവും ഉണ്ടാകാം. എന്നാൽ സർവശക്തനായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, മനുഷ്യൻ്റെ ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ പ്രവാചകന്മാരെ പോലും ദൈവം വളരെ പ്രധാനപ്പെട്ടവരാക്കുന്നു. അവരെ തൻ്റെ മഹത്തായ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടാത്തവരെ പോലും, ലോകം തള്ളിക്കളഞ്ഞവരെ പോലും ദൈവം തൻ്റെ അളവറ്റ സ്നേഹത്താൽ മഹത്തായ ജനങ്ങളാക്കുന്നു, അവരെ ഉയർത്തുന്നു. അങ്ങനെ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, അവർക്ക് സമാധാനവും സന്തോഷവും നൽകുന്നു. ഒരു ദേശത്തെ ദൈവം ഒരു മഹത്തായ ജനതയാക്കി മാറ്റും. ഇത് ദൈവത്തിൻ്റെ അത്യുന്നതവും അത്ഭുതകരവുമായ ഒരു വാഗ്ദാനമാണ്. അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ജനതയെ അവരുടെ എണ്ണം കുറവാണെങ്കിൽ പോലും അവിടുന്ന് വലിയൊരു ജനസമൂഹമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. തിരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിയെ ദൈവം ശക്തമായ ജനതയാക്കാൻ പോകുന്നു. ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ അസാധ്യമെന്ന് തോന്നാമെങ്കിലും ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അവിടുന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവനിലൂടെ ഒരു വലിയ ജനതയെ വാർത്തെടുക്കാൻ കഴിയും. ഈ വാഗ്ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലെങ്കിലും നമ്മുടെ പ്രവാചകന്മാരെ അവഗണിച്ചുകൊണ്ടോ ദൈവത്തോടുള്ള ബന്ധം ശരിയല്ലാതെയോ അല്ലെങ്കിൽ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാതെ പോകുകയോ ചെയ്താൽ ദൈവം ശരിയായി പ്രവർത്തിക്കില്ല. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാതെയും അവിടുത്തെ വചനം ശ്രദ്ധിക്കാതെയും അവിടുത്തെ ഇഷ്ടം ചെയ്യാതെയും നാം മുന്നോട്ട് പോയാൽ അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടാൻ സാധ്യതയില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും അവിടുത്തെ ഇഷ്ടത്തിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകൂ. ദൈവം പറഞ്ഞത് മാത്രമേ ദൈവം നിർവഹിക്കൂ. അവിടുത്തെ വചനത്തിൽ ഉറച്ചു നിൽക്കുകയും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവിടുന്ന് അവ നിറവേറ്റുകയുള്ളൂ. ഒരു കാപ്പി വേണമെങ്കിൽ കാപ്പിപ്പൊടി ചേർത്ത് വെള്ളം തിളപ്പിച്ച ശേഷം മാത്രമേ കുടിക്കാൻ കഴിയൂ. അതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ കുറച്ചു സമയം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും. ക്ഷമയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ട് പോകേണ്ടി വരും. അതിനാൽ നമുക്ക് പ്രത്യേകമായി ദൈവത്തോടും ദൈവവചനത്തോടും ദൈവചിന്തയോടും ദൈവവാഗ്ദാനത്തോടും ചേർന്ന് ജീവിക്കണം. അവിടുത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അവിടുത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുകയും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ദൈവം ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വാഗ്ദാനം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ദൈവം നൽകിയ വാഗ്ദാനം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിൾ പുസ്തകങ്ങളിൽ ഒന്നാണ് എബ്രായർക്ക് എഴുതിയ പത്രികയുടെ 11-ാം അധ്യായം. ഈ അധ്യായത്തിൽ ധാരാളം ഹീറോസും ഹീറോയിൻസും ഉണ്ട്. വിശ്വാസത്താൽ വലിയ കാര്യങ്ങൾ ചെയ്ത അനേകം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പേരുകൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ മുഴുവൻ ചരിത്രത്തിൽ വിശ്വാസത്തോടെ നടന്നവരുടെ പേരുകളുണ്ട്. അബ്രഹാം, മോശെ, ദാവീദ്, സാറ, റാഹാബ് തുടങ്ങിയ അനേകം വ്യക്തികൾ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവരുടെ പേരുകൾ വഴിയിൽ നഷ്ടമായിട്ടില്ല. അവർക്ക് കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കുന്നു. അവരുടെ ജീവിതം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയതിൻ്റെ തെളിവാണ്. അബ്രാഹാമിനോടൊപ്പം ദൈവം അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂട്ടിക്കൊണ്ടുവരാൻ വ്യക്തമായി പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് കൃത്യമായി അറിയില്ല. എന്നാൽ അബ്രാഹാമിനെ ആദ്യമായി വിളിച്ചപ്പോൾ തന്നെ അവൻ്റെ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ ദൈവം പ്രത്യേകം ആവശ്യപ്പെട്ടു. അങ്ങനെ നിരവധി ആളുകൾ അബ്രാഹാമിനൊപ്പം ഈ ദീർഘമായ യാത്ര തുടങ്ങി. പക്ഷേ അബ്രാഹാമിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പലവിധത്തിലുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. ലോത്തും അബ്രാഹാമിൻ്റെ വിശ്വസ്തരായ ജോലിക്കാരും തമ്മിൽ ഗുരുതരമായ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായി. അതിനാൽ ഒരു പ്രത്യേക സ്ഥലം വന്നു ചേർന്നു. അവിടെ അവരിൽ ചിലർ ഒരുമിച്ച് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അബ്രാഹാം അവരോട് പറഞ്ഞു, നീ കിഴക്കോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോകും. നീ വടക്കോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ തെക്കോട്ട് പോകും. ദൈവം നൽകിയ മഹത്തായ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? അബ്രാഹാം ചെയ്തുപോലെ ദൈവം തീർച്ചയായും രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും മുന്നോട്ട് പോകണം. 0.50 എവിടേക്ക് പോയി? സൊദോം ഗൊമോറയിലേക്കാണ് പോയത്. അക്കാലത്തും ഇന്നും ഒരു ആധുനിക നഗരം എങ്ങനെയുണ്ടാവും? അതുപോലൊരു വികസിത നഗരമാണ് സൊദോം ഗൊമോർ. യോർദാൻ നദി ഒഴുകുന്ന പ്രദേശം ആണിത്. അതിനാൽ അവിടുത്തെ വെള്ളം വളരെ നല്ലതാണ്. നല്ല ഒരു നഗരത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് സൊദോം ഗൊമോറയിലേക്കോ അല്ലെങ്കിൽ ഒരു വികസിത നഗരത്തിലേക്കോ പോകാം എന്ന് അബ്രഹാം പറഞ്ഞു. അതിനു മുമ്പ് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു എന്ന് ലോത്ത് പറഞ്ഞു. അബ്രഹാം കിഴക്കോട്ട് പോയി, ലോത്ത് പടിഞ്ഞാറോട്ട് പോയി. പോയതിന് ശേഷം അവർ അവിടുത്തെ ജീവിതം തുടരുന്നു. അതൊരു അത്ഭുതകരമായ പ്രദേശമാണ്. നല്ല വെള്ളവും നല്ല നിലവും നല്ല വികസനവും അവിടെ ഉണ്ട്. സാറ ദുഃഖപ്പെടുന്നുണ്ടാവും. കാരണം ദൈവം വിളിച്ചപ്പോൾ സൊദോം ഗൊമോർ തന്നെയോ നൽകുമോ എന്ന് സംശയമുണ്ട്. ദൈവം വിളിച്ചാൽ എന്താണ് കിട്ടുന്നത്? നമുക്ക് ദൈവം വിളിച്ചാൽ ലോത്ത് ജാഗ്രതയോടെ നല്ല ഫലം തരുന്ന സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നമുക്ക് എന്താണ് ബാക്കി? അബ്രഹാമിന് എന്താണ് ബാക്കി? പോയ സ്ഥലത്ത് നമുക്ക് നല്ല നിലയോ നല്ല വികസനമോ ഇല്ല. പക്ഷേ സാറ അങ്ങനെ സംസാരിച്ചില്ല. അബ്രഹാമിൻ്റെ വാക്ക് അനുസരിച്ചു. അതാണ് സാറയുടെ പാപം അല്ല. അവൾ ദൈവത്തോട് വിരോധം കാണിച്ചില്ല. ദൈവം പറഞ്ഞതുപോലെ പോകണം എന്ന് പറഞ്ഞു. ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞു. പിന്നീട് ഭർത്താവിനും കൊടുത്തു. ഇരുവരും കഴിച്ചു.
അതിനുശേഷം അവിടെ നിന്ന് പുറത്തു പോയി ശനിവ ആഗോ 0.5 ഒരു ദിവസം ഞാൻ പോകണമെന്ന് ഉറച്ച തീരുമാനമെടുത്തു. ഒരേ ദിവസം എല്ലാവരെയും. ഇതാ ഞാൻ ഇവിടെ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ദൈവം നമുക്ക് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കരരഹിത വഴികൾ, അതായത് ഇടനില വഴികൾ സ്വയം തിരയാൻ തുടങ്ങും. അതിൽ തീർച്ചയായും ഒരു തെറ്റുണ്ട്. ദൈവം പലപ്പോഴും നോക്കൂ, 40 ദിവസങ്ങൾ നീണ്ട ഒരു യാത്ര ചെയ്തപ്പോൾ കാനാൻ ദേശത്തേക്ക് അബ്രഹാമിനെയും അവന്റെ ജനത്തെയും വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും കൊണ്ടുപോയി. ഇസ്രായേലിന് മോശയുടെ ശക്തമായ നേതൃത്വത്തിൽ 40 വർഷം ദീർഘമായ ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. യഹോശുവയുടെ കാലത്തും അവർ 40 വർഷം ദീർഘമായ യാത്ര തുടർന്നു. അവിടെ വെറുതെ എത്തുന്നത് ഒരു വലിയ കാര്യമല്ല, പക്ഷേ അവിടെ എത്തിച്ചേർന്ന് അതിനെ പൂർണ്ണമായി സ്വന്തമാക്കി ഒരു വലിയ നിലയിലേക്ക്, അതായത് ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഒരാൾ, ലോത്ത് പോലുള്ളവൻ ചെറിയ ചെറിയ ഇടപാടുകളിൽ, അതായത് നിസ്സാരമായ കാര്യങ്ങളിൽ സെറ്റിൽ ആയി പോകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ചെറിയ കാര്യങ്ങളിൽ അവിശ്വാസം കാണിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ വിട്ടുപോകുന്നു. ഇന്നത്തെ കാലത്ത് എത്ര പേർ ആണോ ആ നിസ്സാരമായ കാര്യങ്ങളിൽ സെറ്റിൽ ആയി പോകുന്നത്? ഇത്രയും കാലം ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇത്രയും കാലം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇത്രയും കാലം ഞാൻ വിശ്വാസത്തോടെ ഇന്റർവ്യൂവിൽ കാത്തിരിക്കുന്നു. ഓരോ സ്ത്രീയും നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ ഞാൻ ബൈബിൾ കുറിച്ച്, ആ വിധവയെക്കുറിച്ച് വിശദമായി പറഞ്ഞു. അവൾക്ക് കൊടുത്തോ കൊടുത്തില്ലയോ? ആ ചെറിയ കുട്ടിക്ക് 5 റൊട്ടിയും 2. ദൈവത്തോട് എത്രയോ ജീവജാലങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകുമ്പോഴും എന്തിന് ബലി അർപ്പിക്കണം? ബലി അർപ്പിക്കുന്ന രീതിയിൽ അവിശ്വാസത്തിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഒരു പ്രധാന വിഷയം ഉണ്ട് ഒരിടത്ത്. നിങ്ങൾ PG ജോയിൻ ചെയ്യുമ്പോൾ പലപ്പോഴും PG വലിയ കോളേജുകളിൽ അവർ ഒരു സബ്ജക്റ്റ് ടീച്ചർ ആയിരിക്കും. അവർ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലായോ? എന്തെങ്കിലും എഴുതിയാൽ എക്സാമിൽ മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെയാണ്. അവർ നൽകിയ സബ്ജക്റ്റ്, അതുപോലെ കിട്ടിയതെല്ലാം ഞാൻ ഉപയോഗിക്കും. യൂട്യൂബിൽ കിട്ടിയതെല്ലാം ഞാൻ പഠിക്കും. കിട്ടിയതെല്ലാം ദൈവത്തിന് സ്തോത്രം പറയാതെ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കേൾക്കണം. 10 പേരിൽ നമ്മൾ ആരെയെല്ലാം തിരഞ്ഞെടുക്കണം? സംഘത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം പറയാതെ ആടുകളെ കാത്തു സൂക്ഷിക്കുന്നവൻ, ആടുകളെ മേയ്ക്കുന്നവൻ ആ ദൈവം തന്നെയാണ്. അവനോട് ഇരുന്ന് നമ്മൾ, ഞാൻ സംഘത്തിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ ആ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധയോടെയും പൂർണ്ണമായും കേൾക്കണം. അതിൽ കഷ്ടം ഒന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ തന്നെയാണ്. അമ്മയെ പലതവണ ഞാൻ അന്വേഷിച്ചിരിക്കുന്നു. കാരണം അമ്മ ഒരു എഫാർസിസ് എന്ന പോലെയാണ്. അച്ഛൻ ഒരു എഫാർസിസ്. ഡോക്ടറുടെ അടുത്ത് പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവൻ ബിൽ കൊടുക്കും. ബിൽ കൊടുത്ത് മരുന്ന് കഴിക്കണം. 3 ദിവസം മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാൽ എന്ത് ചെയ്യും?
ഓരോ ദിവസവും വേദനയുണ്ടാകും. ഓരോ ദിവസവും കഴിക്കാൻ തുടങ്ങും. പിന്നെ ഡോക്ടറുടെ അടുത്ത് വീണ്ടും പോകും. ഡോക്ടർ പറയുന്നു മറ്റൊരു പഞ്ച് പോയി, ഇമാജിനറി പ്രശ്നങ്ങൾ പോയി. അതുകൊണ്ട് ചികിത്സ പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മെ ആരാണ് എന്ന് അറിയാൻ വാക്ക് അറിയുന്നവരും അറിയാത്തവരും അവൻ്റെ അടുത്ത് പോകണം. വഴിതിരിവുകളിൽ ഞാൻ ദൈവത്തിൻ്റെ ഇച്ഛ കാണാൻ ശ്രമിക്കുന്നു. യാത്രയിൽ നമ്മൾ കണ്ടതുപോലെ ലോത്ത് ഉടനെ അനുഗ്രഹം കിട്ടി, ഉടനെ സെറ്റിൽ ആയി, ഉടനെ എവിടെയെങ്കിലും പോകുന്നത് കാണാം. താഴ്വരയിലേക്കാണ് പോകുന്നത് കാണാം. ആരെങ്കിലും നിന്നെ എത്ര നോക്കിയാലും അതെല്ലാം നിനക്ക് സ്വന്തമാകുമോ? താഴ്വരയിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. ദൈവം തരുമ്പോൾ ആ കാഴ്ച സാധാരണയാകരുത്. ഹല്ലേലൂയ. ഒരാൾ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം, അതുപോലെ തന്നെ ഇമാജിനറി കാലത്ത് ഭിക്ഷ ചോദിക്കാൻ കോടികൾ ആവശ്യപ്പെടുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം പറയുക മറക്കരുത്. ഹല്ലേലൂയ. അതിനാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുമ്പായി, ഓരോ പ്രധാനപ്പെട്ട നിമിഷത്തിനും ഓരോ ചെറിയ സംഭവത്തിനും മുമ്പായി എനിക്ക് അഗാധമായ പ്രചോദനം ലഭിച്ചു. ഈ പ്രചോദനം എന്നെ മുന്നോട്ട് നയിക്കുകയും ഓരോ സാഹചര്യത്തെയും നേരിടാൻ എന്നെ പ്രാപ്തനാക്കുകയും ചെയ്തു. ഇതിനാൽ കാക്കിനാട്, പ്രതി, എൻഡേണ്ടി, SP, അവിസ്, അമലാപുരം ഈ സ്ഥലങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ളവയാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വരണം. എൻ്റെ കളക്ടർ സാറിനെ എനിക്ക് വളരെ അത്യാവശ്യമാണ്. കളക്ടർ സാർ എനിക്ക് അടുത്ത് തന്നെ ഇരിക്കണം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വലിയൊരു ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഈ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ചിലർ എന്തു ചെയ്യുന്നു? കർണാടകയിൽ നിന്ന് പാസ്റ്റർമാരെ വിളിച്ച് ഈ പ്രദേശം ഒരു പുതിയ ജില്ലയാകണം എന്ന് പറയുന്നു. ഒരു പുതിയ ജില്ലയാകണം എന്നത് ഒരു വലിയ കാര്യമാണ്. അതിന് ഗദ്യസ്, തമ്മം, ഒരു ജല ചെയ്യുന്നു. മോ എല്ലാം മനസ്സിലാക്കുന്നവർക്കാണ്, അല്ലേ? ഈ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവും അനുഭവസമ്പത്തുമുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ദൈവസഭയിൽ ശനിയാഴ്ച ഉപവാസം. എന്നെ പോലുള്ളവൻ പ്രാർത്ഥിച്ചാൽ ദ്രാശ്രമന്തോട്ടിൽ വീണ്ടും റീഡിവൈഡ് ചെയ്ത് എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ ഒരു ജില്ലയുടെ കളക്ടറെ കാണണമെന്ന് പറഞ്ഞ് 2 മിനിറ്റിൽ പോയി അപ്പോയിൻറ്റ്മെന്റ് ചോദിച്ചു. ഈ പ്രാർത്ഥനയുടെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും എത്ര വലുതാണെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ദൈവത്തിന് സ്തോത്രങ്ങൾ. കേക്ക് മുടങ്ങാതെ എല്ലാം റിസോർട്സ് ഇവിടെ ഇല്ല, ഇവിടെ സിറ്റിയായി മാറുന്നു. ദൈവത്തിന് സ്തോത്രങ്ങൾ. കേക്ക്. ഹല്ലേലൂയ. ക്രിസ്മസ് ആഘോഷങ്ങളിൽ അപ്പോൾ MP ആയിരുന്നവർ. ഇവിടെ വില്ലാറൻഡിൽ പണം കുറവാണ്. ഇവിടെ ബട്ടൺ വെല്ലി, മണിക് സ്റ്റേഷൻ വിചിത്രമാണ്. ഈ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പമുണ്ട്. ദൈവത്തിന് സ്തോത്രങ്ങൾ. കാക്ക. ഇനി എന്ത് വേണം? ദൈവത്തോട് ചോദിക്കൂ, നിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും കിട്ടും. കാണൂ, നമുക്ക് പാസിൽ പൂടി ഹൈവേയും അത്ഭുതമായ ഹൈവേയും വന്നു. കണ്ടോ? യാത്രകൾ ചെയ്യാൻ ദൈവം എളുപ്പമാക്കുന്നു, ഇപ്പോൾ വികസിപ്പിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കണക്കാക്കുന്നതാണ് വിശ്വാസം. ഇത് വെറും ഒരു വാക്ക് മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു തത്വമാണ്. മെഡിക്കൽ റിപ്പോർട്ടുകൾ നല്ലതല്ല, മരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കണം, ഞാൻ മരിക്കില്ല, ഞാൻ ദൈവത്തിനായി ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ പുറത്തു വരാൻ അവസരം ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം കടപ്പാടുകളിൽ നിന്ന് പുറത്തെടുത്ത് ലേറ്റാക്കി വെച്ച് ദൈവം അബ്രഹാമിനെ പുറത്തെടുത്തു. അബ്രഹാമിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ്. പുറത്തെടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജനമാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ഗർഭഫലത്തെ അനുഗ്രഹിക്കും,
ഭൂമിയിലെ എല്ലാ വംശങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഈ വാഗ്ദാനങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. മാമയുടെ വിവാഹം കഴിച്ചപ്പോൾ മാമയുടെ പ്രായം 19 വയസ്സെന്ന് കരുതിയിരുന്നു. 16-ാം വയസ്സിൽ മരിച്ചുപോയി. അത്തരത്തിലുള്ള പ്രായത്തിൽ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചു. സാറ അബ്രഹാമിൻ്റെ ഭാര്യ. അബ്രഹാമിൻ്റെ വീട്ടിൽ പണം കുറവായിരുന്നു. അബ്രഹാമേ, എന്നെ പിന്തുടരൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാനിരിക്കുന്നു. ഈ വിളി അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ദൈവത്തിൻ്റെ വിളിക്ക് അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഈ അനുഗ്രഹങ്ങൾ തലമുറകളോളം നിലനിന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയും സത്യവും വിശ്വസനീയവുമാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളേക്കാൾ ഉന്നതമാണ്. അവൻ്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്ക് പുറമാണ്. അതുകൊണ്ട് നാം അവനിൽ ആശ്രയിക്കുകയും അവൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, അവൻ്റെ കരുണ അഗാധമാണ്. അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. അവൻ്റെ വാഗ്ദാനങ്ങൾ എന്നും നിലനിൽക്കും. ഈ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കാം. അവൻ്റെ നാമം മഹത്വപ്പെടുത്തപ്പെടട്ടെ. ആമേൻ. നിന്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കൂ. എന്നെ പിന്തുടരൂ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിനക്ക് ഞാൻ വലിയ അനുഗ്രഹങ്ങൾ നൽകും. നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും. സാറ ഗർഭം ധരിക്കുമെന്ന് ദൈവം വ്യക്തമായി പറയുന്നു. അഗറിനെ കൊണ്ടുവന്ന് അതിൽ ചേർത്തപ്പോൾ അവൾ ഗർഭവതിയായി. ഈ സംഭവം ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു പടിയായിരുന്നു. ഗർഭവതിയായതോടെ ഹല്ലേലൂയ. ഈ അത്ഭുതകരമായ സാഹചര്യത്തിൽ ആ വഴികളിൽ ദൈവം നേരിട്ട് ഇടപെടുന്നു. അവൻ്റെ ശക്തിയും സ്നേഹവും വെളിപ്പെടുത്തുന്നു. അബ്രഹാം വേറൊരു ദിശയിൽ, സാറ വേറൊരു ദിശയിൽ നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം വ്യക്തമായിരുന്നു. ഓരോ ചുവടിലും അവൻ അവരെ നയിച്ചു. അതിൻ്റെ തുടക്കം ആദിയിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ ആ മൂവരും, അതായത് ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് അവിടെയുണ്ട്. മംബ്രയുടെ വനങ്ങളിൽ വലിയ മരങ്ങൾക്കിടയിൽ സാറ അവരെ കാണുന്നു. അവൾ ചിരിക്കുന്നു. കാരണം വാർദ്ധക്യത്തിൽ തനിക്ക് ഒരു കുഞ്ഞ് ജനിക്കുമെന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് അവൾക്ക് അവിശ്വസനീയമായി തോന്നി. അങ്ങനെ ഒരു സമയത്ത് ദൈവത്തിന് വ്യക്തമായ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് അവൻ നിറവേറ്റുകയും ചെയ്തു. അവൻ്റെ വാക്ക് സത്യമാണെന്ന് തെളിയിച്ചു. അബ്രഹാമും പണം കൊടുത്ത് സാറയെ വിളിച്ചു. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് വരുമ്പോൾ അവൾ തീർച്ചയായും ഗർഭിണിയാകും. എല്ലാം വിട്ട് മുന്നോട്ട് പോവുക. ദൈവം വൈകുന്നവൻ അല്ല. അവൻ ശരിയായ സമയത്ത് നിന്നെ തീർച്ചയായും ഉയർത്തും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. അവൻ ശരിയായ സമയത്ത് നിന്നെ ഉയർത്തും. ശരിയായ സമയത്ത് നിന്നെ ഫലപ്രദമാക്കും. ശരിയായ സമയത്ത് ദൈവം നിനക്ക് നല്ലത് ചെയ്യും. വിരലുകൾക്ക് വിരലുകൾ പോലെ നീ മുന്നോട്ട് പോകും. ഇത്തരമൊരു സമയത്ത് പാസ്റ്റർ തീർച്ചയായും പ്രാർത്ഥിക്കണം. പാസ്റ്റർ തീർച്ചയായും പ്രാർത്ഥിക്കണം. അധ്യായ സമയത്ത് അവിടെയുള്ള സ്ഥലം കുന്നിൻ രാജാവിന് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഈ സ്ഥലം വിറ്റുതരാമോ എന്ന് ചോദിച്ചു. എത്ര കാലം വിറ്റുതരണമെന്ന് അവർ ചോദിച്ചു. എത്ര വിലയ്ക്ക് വിറ്റുതരാമെന്ന് അവർ ചോദിച്ചു. 10 ലക്ഷം രൂപക്ക് വിറ്റുതരാമോ എന്ന് അവർ ചോദിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ
11.5 ലക്ഷം രൂപ കൊടുക്കാമോ എന്ന് അവർ ചോദിച്ചു. അങ്ങനെ സന്തോഷം അല്ലേ? ആലസ്യം അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എത്ര ആലസ്യം വരും അത്രയും പിന്നിലേക്ക് പോകും. ഇങ്ങനെ ആലസ്യം വരും എങ്കിൽ എനിക്ക് വലിയ കാര്യം മുന്നിലുണ്ട് എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ആലസ്യം വരും, പക്ഷേ ദൈവം അതിനോട് ഒന്നും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കുറച്ച് ആലസ്യത്തോടെ ഇരിക്കൂ, കാണൂ, അത്ഭുതം എൻ്റെ പിന്നാലെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു. അതിൽ ഈ ദിവസം ഈ പണിയുള്ള തീയതി എത്തി. അതിലും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. നൽകിയ വാക്ക് നിന്റെ കുടുംബത്തോടും നിന്റെ മനസ്സോടും നിന്റെ ജനങ്ങളോടും അവൻ വരും, ഓരോ തലമുറയിലും.